തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് തരിക. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ടാണ് നാം ഇത് വായിക്കുക. 13 മുതലുള്ള വചനങ്ങളിൽ ഈശോ ശിഷ്യരുമായിട്ടുള്ള ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് നടത്തുക. കാലുകൾ കഴുകി ശിഷ്യരെ പല കാര്യങ്ങളും പഠിപ്പിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് ഇനി അവരോട് പറയുകയാണ്, ഞാൻ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന്. പിരിയാനിരിക്കുന്ന ഗുരു തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ദുഃഖിക്കേണ്ട, വേദനിക്കേണ്ട, ഇതിനപ്പുറത്തൊരു സന്തോഷം, സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം ഉണ്ട് എന്ന് വചനം പറയുകയാണ്. കാരണം എന്തെന്നോ, നിങ്ങൾ വീണ്ടും എന്നെ കാണുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരായി മാറുമെന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖമെന്ന് പറയുക യേശുവിനെ കണ്ടുമുട്ടാത്തതാ, യേശുവിനെ കാണാത്തതാ. ഈശോ തന്നെ പറയുന്നു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന്. ഈശോയെ കാണുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് നാം കടന്നു വരിക. ഈ സന്തോഷമെന്ന് പറയുക ഒരിക്കലും ആർക്കും എടുത്തു കളയാനാവാത്തത്. ഉത്ഥിതൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, അവൻ്റെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ. എൻ്റെ ജീവിതം സന്തോഷകരം ആകാനുള്ള ഏക വഴിയെന്ന് പറയുക ഉത്ഥിതനായ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നതിലാണ്. ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരത്തിലേക്ക് നാം നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ 5 വലിയ മുറിവുകൾ കാണുവാൻ സാധിക്കും. ഉത്ഥിതനായ യേശു സഹനങ്ങളെയും വേദനകളെയും ഒക്കെ അതിജീവിച്ച് എഴുന്നേറ്റ് വന്നവനാ. നിന്റെ സങ്കടങ്ങളിലും നിന്റെ ദുഃഖങ്ങളിലുമാണ് ഇന്ന് നീ കരയുന്നത് എങ്കിൽ ഈ ഉത്ഥിതനായ യേശുവിനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ മുറിവിലേക്ക് നീ നോക്കുമ്പോൾ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാന്റെ സുവിശേഷം 16:24 ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചോ? വചനം പറയുക, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ സന്തോഷം എപ്പോഴാണ് പൂർണ്ണമാവുക? ഒന്ന് ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാകുമെന്ന്. രണ്ടാമത്തെ കാര്യം, തമ്പുരാനോട് ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രീതിയാക്കി മാറ്റുമ്പോൾ, ഒരു പതിവാക്കി മാറ്റുമ്പോൾ അതിലൂടെ എൻ്റെ സന്തോഷം പൂർണ്ണമാകുമെന്നല്ലേ അവിടുന്ന് ഈ വചനം പറയുക. ചോദിക്കുക, അത് ഞാൻ തരും, അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ ഏത് കാര്യത്തിനും നിരന്തരം ചോദിക്കുന്നത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റുമ്പോൾ നിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അവൻ തരും.
അവിടെ നിൻ്റെ സന്തോഷത്തിനൊരു പൂർണ്ണത കിട്ടുമെന്ന് ഈശോ പറയുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ സന്തോഷം പൂർണ്ണമാകാനുള്ള വഴിയെന്ന് പറയുക ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തോട് ഞാൻ എന്ത് ചോദിക്കുന്നോ അവിടുന്ന് എനിക്ക് എൻ്റെ ചോദ്യത്തിന് തരുന്ന ഉത്തരം അല്ലെങ്കിൽ അനുഗ്രഹം, അത് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം പൂർണ്ണമാവുക. ചിലരെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മരിച്ചുപോയി കഴിയുമ്പോൾ വർഷങ്ങളും മാസങ്ങളുമൊക്കെ ദുഃഖത്തിലും നിരാശയിലും അകപ്പെട്ടു പോകുന്ന ചില വ്യക്തികളെ കാണാറുണ്ട്. അങ്ങനെ ഉള്ളവരോട് ഇങ്ങനെ പറയാറുണ്ട്, ഉത്തിതനായ യേശുവിനെ മനസ്സിൽ കാണണമെന്ന്. ഉത്തിതനായ ഈശോയുടെ കയ്യിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരം ഇരിക്കുന്നതായി കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അത് സ്വീകരിച്ച് നീ അല്പനേരം പ്രാർത്ഥിക്കുക. തമ്പുരാൻ്റെ പക്കൽ നിൻ്റെ ജീവിതത്തിലേക്ക് ആ സങ്കടങ്ങൾ മാറിപ്പോയി ഒരു സ്വസ്ഥതയിലേക്ക്, ഒരു സമാധാനത്തിലേക്ക് ഈശോ നിന്നെ നയിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ അനുവദിക്കുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം പൂർണ്ണമാവുക എന്ന് ഈശോ പറയുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ എന്തൊക്കെ സ്വീകരിച്ചാലും അതൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതൊക്കെ നശ്വരമായ സന്തോഷമാണ്. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. യോഹന്നാൻ 16:33, പിതാവ് എന്നോട് കൂടെയുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലും ഉത്തിതനായ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ചേർത്ത് നിൻ്റെ കൈകളെ പിടിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവിടെയാണ് പൂർണ്ണത. ഒരു ധൈര്യമുണ്ടല്ലോ, അത് നിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിന്നെ നയിക്കുമെന്നാണ് ഈശോ പറയുക. ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തുമ്പോൾ നിനക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടുമെന്ന് ഈശോ പറയുന്നു. ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താനായിട്ട് നീ പരിശീലിക്കണം. ജീവിതത്തിലെ സഹനങ്ങളും ത്യാഗങ്ങളും എല്ലാം എപ്പോഴുമുണ്ട്. കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം, സങ്കടങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഇവിടെ ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ഒരു നിമിഷം പോലും സ്വസ്ഥതയോടെ ഇരിക്കാൻ, സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പരിശീലിക്കണം യേശുവിൽ സമാധാനം കണ്ടെത്താനായിട്ട്, യേശുവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ. എൻ്റെ ജീവിതം സമാധാനപൂർണവും സന്തോഷപ്രദവുമാകുന്നതും അപ്പോൾ എനിക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും, എനിക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരു വ്യക്തിയെ പോലും സന്തോഷമോ സങ്കടമോ ഇല്ലാത്തതായിട്ട് നാം കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതം സന്തോഷവും സങ്കടവും ഒക്കെ ഇടകലർന്നതാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലും നാം ഇതാ കാണുന്നത്. ഉത്തിതനായ ഈശോയെ ചേർത്ത് പിടിക്കണമെന്ന് പറയുമ്പോൾ അവൻ നമുക്ക് കാണിച്ചു തന്ന അവൻ്റെ ജീവിതത്തിൻ്റെ പാതയെ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്ന് വചനം നമ്മളോട് പറയുകയാണ്. ഈശോയുടെ കാലിത്തൊഴുത്തിലെ ജനനം മുതൽ ഈജിപ്തിലേക്കുള്ള പലായനം, സ്വന്തം പട്ടണവാസികളുടെ തിരസ്കരണം ഉൾപ്പെടെ തികഞ്ഞ ഏകാന്തതയിലൂടെ കുരിശു മരണം വരെ യേശുവിൻ്റെ ജീവിതം ഒത്തിരി ദുഃഖങ്ങളുടെ ഒരു നിമിഷമായിരുന്നു. ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ, വേദനകളിലൂടെ ഈശോ കടന്നു പോയത്. എന്നാൽ നമ്മുടെ ഈശോയുടെ ഈ ദുഃഖകരമായ അവസ്ഥകൾക്കും അപ്പുറത്ത് മറ്റൊരു വശം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. മറുവശത്ത് ഗ്രാമങ്ങൾ തോറും ചുറ്റി നടന്ന് നന്മ ചെയ്ത് രോഗങ്ങൾ സൗഖ്യമാക്കി ശിശുരോടൊപ്പമുള്ള ജീവിതം ആസ്വദിച്ച് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഈശോയെ നാം കാണുന്നു. ഈശോയുടെ ജീവിതത്തിലുമുണ്ട് സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് അവിടുന്ന് അഭിമുഖീകരിച്ചത്. ഈ ഈശോയെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 46-ാമത്തെ വചനം. വലിയ സങ്കടങ്ങളുടെ ഏകാന്തതയുടെ നടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ഈ ഉത്തിതനെ സങ്കടങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ച് കടന്നുപോയി കുരിശിൽ പിതാവിൻ്റെ പക്കലേക്ക് ചേർത്ത് വെച്ച ആ ഈശോയെ, ഉയർപ്പിക്കപ്പെട്ട ഈശോയെ എൻ്റെ കൂടെ ഞാനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് സന്തോഷം ഇരട്ടിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയെ അനുഗമിക്കുന്നവർക്ക് വേദന ഉണ്ടാവില്ല എന്ന് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കണം. രണ്ടാമത്തെ കാര്യം കുരിശെടുക്കണമെന്ന്.
അങ്ങനെയെങ്കിൽ ഈശോയെ അനുഗമിക്കുന്നവരുടെ കൂടെ ഇരിക്കും കുരിശെന്നുള്ളത് വ്യക്തമാണ്. വേദനയില്ലാത്ത ജീവിതം ഈശോ ഒരു വ്യക്തിക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറയണം, ഈ കുരിശിൽ ഈശോയെ ചേർത്ത് പിടിച്ചാൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, സന്തോഷമുണ്ടാകുമെന്ന്. കുരിശും വഹിച്ചുകൊണ്ട് അവനോട് ചേർന്നുള്ള യാത്രയിൽ അവിടുന്ന് നിശ്ചയമായും നമ്മുടെ കൂടെയുണ്ടാവും. ദുഃഖവെള്ളിയിൽ ഒന്നും നമ്മുടെ ജീവിതം അവസാനിക്കില്ല, മറിച്ച് ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നമ്മുടെ ജീവിതം അവസാനിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ മാത്രമാണ് ജീവിതം അവസാനിക്കേണ്ടത്. ചില വ്യക്തികളൊക്കെ വലിയ ക്യാൻസർ രോഗത്തിനൊക്കെ അടിമപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ, ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ജീവിതമൊന്നും ഒത്തിരി നാളില്ല എന്ന്. എങ്കിലും വലിയ പ്രതീക്ഷയോടെ ഈശോ സൗഖ്യപ്പെടുത്തും, ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന വ്യക്തികളോട് ഒരിക്കലും പറയാൻ തോന്നാറില്ല നിങ്ങൾ മരിച്ചു പോകുമെന്ന്. പകരം ഈശോ സുഖപ്പെടുത്തും, ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും പറഞ്ഞു വിടാറുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, അവസാന നിമിഷം വരെ മരണത്തോടടുക്കുന്ന നിമിഷം വരെ ഈശോ കൂടെയുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ അവർ മരിക്കണം. മറിച്ച് ഈശോ സുഖപ്പെടുത്തില്ല, മരണമെന്ന് പറഞ്ഞു വിട്ടാൽ ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിലേക്ക് നിരാശ കടന്നു വരും. ഈശോയെപ്പോലും അവർ തള്ളിപ്പറഞ്ഞെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കാണണം. ഈശോ അടുത്തു വരുമെന്ന്, ഈശോ എന്നെ ചേർത്ത് പിടിക്കുമെന്ന്, ഈശോ എനിക്ക് കൂടെ ഇരിക്കുന്നവനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി തടങ്കൽ പാളയത്തിൽ വളരെയേറെ ക്രൂരതകൾക്ക് വിധേയനായ ഒരു ഈശോ സഭ അംഗമായ ഒരു വൈദികൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആൽഫ്രഡ് ഡെൽഫ് എന്നാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുക: ഇന്ന് ഓഗസ്റ്റ് 15 രാത്രി ഞാൻ ഏറെ ക്ഷീണിതനാണ്. പട്ടാളക്കാരുടെ മഹാക്രൂരതകൾ ഞാൻ ഇന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അനേകം മുറിവുകളോടെ അവർ എന്നെ തടവറയിൽ തിരികെ എത്തിച്ചു. പട്ടാളക്കാർ തിരിച്ചു പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി വേദന മൂലം നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുമായിരിക്കും. നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവവും വരില്ല, ഒരു മാലാഖയും വരില്ല. ഞങ്ങൾ സുഖമായി ഉറങ്ങും. രാവിലെ കൂടുതൽ ശക്തിയോടെ നിന്റെ അടുത്തേക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തുമെന്ന് അവർ പറഞ്ഞിട്ട് പോയതായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. 1945 ഫെബ്രുവരി മാസം 2-ാം തീയതി അദ്ദേഹം മരിച്ചു. വിശുദ്ധ ജീവിതം നയിച്ച ആ സന്യാസിയെ രക്ഷിക്കാനായിട്ട് ദൈവം വന്നതായി നാം കാണുന്നില്ല. മാലാഖമാർ വന്നതായിട്ടും നാം കാണുന്നില്ല. എവിടെയായിരുന്നു ദൈവമെന്ന് പലപ്പോഴും ചോദിച്ചു പോയിരുന്നിരിക്കാം. ഒരു പക്ഷേ നമ്മളിൽ പലരും ഇത് കേൾക്കുമ്പോൾ ചോദിച്ചിരിക്കാം, ദൈവത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ചിട്ട് എന്തേ ദൈവം ഈ ക്രൂരതയ്ക്ക് വിട്ടുകൊടുത്തു? എവിടെ ദൈവമെന്ന് ചിന്തിക്കാം. നിരപരാധികൾ വേദന സഹിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് കുറേ ഏറെ മരിച്ചു പോകുമ്പോൾ, അപകടങ്ങളിൽപ്പെട്ട് പെട്ടെന്ന് മരിക്കുമ്പോൾ, വലിയ മാരക രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുയരും, ദൈവം എവിടെയെന്ന്. ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞ യേശു എവിടെയെന്ന്. സിറിയയിലും ഇറാഖിലുമൊക്കെ ഒത്തിരി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും ഈശോ പറഞ്ഞ ആ വചനം എന്തേ അന്വർത്ഥമായില്ല എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഒറ്റ ഉത്തരമേയുള്ളൂ. ആരൊക്കെ പശ്ചിമേഷ്യയിലോ എവിടെ സിറിയയിലോ എവിടെയൊക്കെ വേദന സഹിക്കുന്നോ, പീഡിപ്പിക്കപ്പെടുന്നോ, പീഡനത്തിന് വിധേയമാകുന്നോ, അവൻ്റെയൊക്കെ കൂടെ ഈശോയുണ്ട്. ഈശോ കൂടെയുണ്ട് എന്നുള്ള ഉത്തരമാണ്. ഈശോ കൂടെ ഇരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ സന്തോഷമെന്ന് പറയുക. പലവിധ രോഗങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കൂടെ ആ ഈശോയുണ്ട്. അവിടുന്ന് വാഗ്ദാനം ചെയ്തത് എന്താ? മത്തായി 28:20 അവിടുന്ന് പറഞ്ഞു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. രോഗത്തിലും വേദനയിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ നിന്നോടൊപ്പം ഞാനുണ്ട്. ലോകത്തിലെ നശ്വരമായ സന്തോഷമല്ല, മറിച്ച് നിലനിൽക്കുന്ന സന്തോഷം തരാൻ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് ഈശോ പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു വാഗ്ദാനം ചെയ്ത സന്തോഷം ലഭിക്കാനിരിക്കുന്ന അനശ്വരമായ പ്രത്യാശയുടെ സന്തോഷമാണെന്ന്. പിതാവിൻ്റെ ഈ വ്യാഖ്യാനം ഈ വചനത്തോട് ചേർത്ത് വെച്ച് നാം വായിക്കണം. ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ആ വാഗ്ദാനം എന്ന് പറയുക അനശ്വരമായ പ്രത്യാശയുടെ ഒരു സന്തോഷമാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ സന്തോഷം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം. രാത്രിയുടെ ഇരുട്ടിന് ശേഷം സൂര്യൻ്റെ വെളിച്ചം നൽകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ദുഃഖവിളിക്ക് ശേഷം ഉയർപ്പ് കടന്നു വരുന്ന സന്തോഷം, ആ പ്രത്യാശ, ആ സന്തോഷം നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ രോഗത്തിലും ദുഃഖത്തിലും വേദനയിലും ഒക്കെ നമ്മളെ നയിക്കണം. ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞ ക്രൂശിതനായ
ഉയർപ്പിക്കപ്പെട്ട ലോകാന്ത്യം വരെ കൂടെയിരിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല എന്ന് വചനം വായിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന 3 വാക്കുകളുണ്ട്. 3 കാര്യങ്ങളാണ്. 1 ദുഃഖം, 2 സമയം, 3 വേദന. ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയുടെ പ്രസവവേദനയുടെ സമയം, പ്രസവത്തിൻ്റെ സമയം, വേദനയുണ്ട്, ഒപ്പം അവൾക്ക് ദുഃഖമുണ്ടാകുന്നതായിട്ടും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖമെന്ന് പറയുക, ഇന്ന് ഞാൻ ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ യേശുവിൻ്റെ അഭാവത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന, എൻ്റെ യേശുവിനെ കാണാൻ പറ്റാത്തതിൽ എനിക്കുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ടല്ലോ. ഇവിടെ ഈശോ പറയുന്നത് എന്താ? ഞാൻ പോവുകയാണ്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ ശിഷ്യന്മാർക്ക് അനുഭവിക്കുന്ന ഒരു വൈകാരിക വേദനയെക്കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈശോ പോവുകയാണല്ലോ, 3 വർഷം കൂടെ ഉണ്ടായിരുന്ന ഈശോയെ ഇനി കാണാൻ പറ്റില്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു വേദന. ഇനി സമയമെന്ന് പറയുക, സ്ത്രീയുടെ പ്രസവ സമയമാണ്. ഇവിടുത്തെ സമയമെന്ന് പറയുക ഈശോയുടെ പെസഹ രഹസ്യത്തിൻ്റെ സമയമാണ്. യുഗാന്ത്യത്തിൻ്റെ മുന്നാസ്വാദനമാണ്. അവൻ അപ്പമെടുത്തിട്ട് ശരീരമാണ് രക്തമാണെന്ന് പറഞ്ഞ് കീറി മുറിച്ച് തന്നപ്പോൾ അത് അവിടുത്തെ കുരിശുമരണത്തിൻ്റെ സമയമാണ്. ആ ഒരു സമയം, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളിലുമൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ട ഒരു സമയമുണ്ടിത്. മുറിയപ്പെടലിൻ്റെ വേദനയുടെ ഒരു സമയം. ഈ സമയത്ത് എൻ്റെ യേശു എനിക്ക് തരാൻ പോകുന്ന ഉയർപ്പിൻ്റെ സന്തോഷത്തെ മനസ്സിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ഞാൻ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടാകും. വേദനയെന്ന് പറയുക ദൈവരാജ്യത്തിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ സഹിക്കാനിരിക്കുന്ന സഹനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ജീവിതത്തിലെ വേദനകൾ കടന്നു വരുമ്പോൾ ഞാനിന്ന് വേദനിക്കുന്ന എന്തിനെന്ന് വേണ്ടിയോ, എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ ചില തിന്മകളെയൊക്കെ ഞാൻ മാറ്റി വെക്കാനായിട്ട് എനിക്ക് ഉള്ളിലുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ. ആ വേദന ഞാൻ എടുക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം എന്നെ തേടി വരും. പ്രസവ രൂപമെന്ന് പറയുമ്പോൾ ഈശോയുടെ മരണോത്ഥാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ സ്വന്തമാക്കുന്ന ഒരു പുതുജന്മമുണ്ട്. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഈശോയുടെ വേദനയോടും സങ്കടത്തോടും ഒക്കെ ചേർത്ത് വെച്ച് അവൻ്റെ ഉയർപ്പിനോട് ചേർത്ത് വെച്ച് ഒരു പുതിയ ജനതയായി മാറുമ്പോൾ ഒരു വലിയ ആനന്ദം എനിക്ക് ലഭിക്കും. ഒരു വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ലഭിക്കും. നമ്മൾ കാണുന്നുണ്ട് മഗ്ദലന മറിയം കല്ലറയിൽ ഇങ്ങനെ പോയി നിന്ന് കരയും. ഈശോയെ കണ്ടില്ലല്ലോ, തോട്ടക്കാരൻ എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ ഓർത്ത് കരയുമ്പോൾ ഗുരുവെ എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ച് ഈശോ വന്ന് അവളെ വിളിക്കുമ്പോൾ അത് ഈശോയാണ്. തോട്ടക്കാരൻ ആദ്യം തെറ്റിദ്ധരിച്ചെങ്കിലും ഈശോയാണ് തിരിച്ചറിയുമ്പോൾ അവളുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടുകയാണ്, അവൾക്ക് ആനന്ദം ഉണ്ടാവുകയാണ്. അതുപോലെയാ എൻ്റെ ഈ സങ്കടങ്ങളിലും ഞാൻ ഈശോയെ കണ്ടിട്ട് എൻ്റെ ഈശോയാണെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്കൊരാനന്ദമുണ്ടാകും. ആ സന്തോഷമായി ഈശോ നമ്മളോട് പറയുക. ഈശോയെ കണ്ടുമുട്ടുന്നതിൻ്റെ സന്തോഷം യോഹന്നാൻ 20:20 നമ്മൾ വായിക്കുന്നു, ശിഷ്യർ ആനന്ദിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ഈശോ പോകാൻ പോവുകയാണ്, പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ കരഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഒരു സന്തോഷമുണ്ട്, ദുഃഖ സന്തോഷമായി മാറുമെന്ന്. യോഹന്നാൻ 20:20 നമ്മൾ വായിക്കുന്നു, ശിഷ്യർ ആനന്ദിച്ചുവെന്ന്. എപ്പോഴാണ് ആനന്ദിച്ചത്? ഉത്ഥിതൻ്റെ ദർശനത്തിൽ ഈശോ ആനന്ദിച്ചു. ഉത്ഥാനം എന്ന് പറയുക നമുക്ക് സ്ഥായിയായ സന്തോഷം തരുന്നതാണ്. ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റില്ല. നമ്മളൊക്കെ അറിയാൻ പറ്റും, നമുക്ക് ഓരോ വ്യക്തികളോട് യാത്ര പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. എന്നാൽ വീണ്ടും അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക. ഈശോ പറഞ്ഞു, ഞാൻ പോവുകയാണ്. പക്ഷെ ഈശോയെ കണ്ടപ്പോൾ യോഹന്നാൻ 20:20 അവർ ആനന്ദിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും വേദനകളെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ആ വചനം ഇവിടെ ഞാൻ അനുഭവിക്കണം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈശോയെ കണ്ട് സന്തോഷിക്കണം. ഈശോ മുൻകൂട്ടി മരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ശിഷ്യർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇവിടെ യോഹന്നാൻ 20:20 അവരത് തിരിച്ചറിയുകയാണ്.
അവനെ കാണുകയാ. മരിച്ച് ഉത്ഥിതനായ ഈശോയെ കണ്ടപ്പോൾ ആ സന്തോഷം അവർക്ക് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. ഈ ലോകത്തിലെ ഒരു സന്തോഷവും ശാശ്വതമല്ല. വിടർന്ന പൂവ് സന്തോഷം തരും, പക്ഷെ അത് വാടിപ്പോകും. അതുപോലെയാ സഹോദരങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ വെച്ച് നീട്ടിയിട്ട് അത് മേടിക്കും. ഒരു പക്ഷെ ഒരു പാർക്കർ പേനയാവും, അത് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. അത് എഴുതിക്കഴിഞ്ഞ് മഷി തീർന്നു കഴിയുമ്പോൾ ആ സന്തോഷം പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ നശ്വരമായ സന്തോഷങ്ങളല്ല ഈശോ തരിക. ഈശോയുടെ അടുക്കൽ പോയിരിക്കുമ്പോൾ വ്യക്തിപരമായി യേശുവിനെ കാണുന്ന ഒരു സന്തോഷം നമുക്ക് വേണം. ഒരു വ്യക്തി പറഞ്ഞു തോർക്കുന്നു, രാത്രിയിൽ ഇങ്ങനെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിതനായ ഈശോ കുരിശിൽ നിറങ്ങി വരികയാ. ക്രൂശിതനായ ഈശോയെ മാത്രം നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചതാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഇതാ മുമ്പിൽ നിൽക്കുന്നു, കുരിശിൽ ആരുമില്ല. അപ്പോൾ മനസ്സിൽ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ. ഇന്ന് മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യുക, വലിയ വേദനയിലാണ് അദ്ദേഹം കടന്നു പോവുക. പക്ഷേ ആ വൈദികൻ്റെ മനസ്സിലും ഇപ്പോഴും നിൽക്കുന്നത് അന്ന് ഈശോ മുമ്പിൽ വന്ന് കണ്ട അനുഭവമാണ്. കുരിശിൽ നിന്ന് ഈശോ ഇറങ്ങി അടുത്ത് വന്ന സമയമാണ്. അതുകൊണ്ട് പീഡനങ്ങൾക്ക് മുമ്പിലും യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, നിരാശയല്ല. എൻ്റെ പ്രൊഫഷൻ എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന ഒരവസ്ഥയല്ല, ആരെയും പഴി പറയുന്ന അവസ്ഥയല്ല, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവസ്ഥയല്ല. മനസ്സ് നിറയെ സന്തോഷമാണ്, ഈശോയെ കണ്ട സന്തോഷം. അത് തന്നെ നമുക്ക് വേണം. നമ്മുടെ ജീവിതം അതുപോലെ ഒരു സന്തോഷത്തിലേക്ക് നയിക്കാൻ നമുക്ക് പറ്റണം. റോമാക്കർക്കെഴുതിയ ലേഖനം 8-18 പൗലോസ് ലീഹ അത് വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് വചനം പറയുന്നു. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 ലേഖനം 4-17 നാം വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആനന്ദത്തിൻ്റെ പുരുഷനോ സ്ത്രീയോ ഒക്കെയായി മാറേണ്ടവരാ ഓരോ ക്രിസ്ത്യാനിയും. ക്രിസ്ത്യാനിയുടെ ആനന്ദം താൽക്കാലിക അവസ്ഥകളിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദമല്ല, മറിച്ച് ഉള്ളു നിറയ്ക്കുന്ന ഈശോയുടെ വരദാനമാണ്. അത് പരിശുദ്ധാത്മാവാണ് ആ സന്തോഷം നമുക്ക് തരേണ്ടത്. ഈ സഹനങ്ങളിൽ മുന്നോട്ട് പിടിച്ചു നിന്നിട്ട് യേശുവിനെ കാണാൻ, ഈ സഹനത്തെ സന്തോഷമാക്കി മാറ്റാനുള്ള കൃപ തരേണ്ടത് പരിശുദ്ധാത്മാവാ. ആത്മവിശ്വാസമുണ്ടെങ്കിലേ നിനക്ക് ഈ ആനന്ദം സ്വന്തമാക്കാൻ പറ്റൂ. പിതാവിനോടൊപ്പമായിരിക്കുന്ന യേശു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പടികൾ ചവിട്ടി കയറി നിന്നിട്ട് വേണം നീ നിൻ്റെ സന്തോഷത്തെ പൂർണ്ണമാക്കാൻ, ആനന്ദത്തെ പൂർണ്ണമാക്കാൻ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ 2 കാര്യങ്ങളുണ്ടാവണം. മഹാമനസ്കതയുണ്ടാവണം, വിശാലമായൊരു ഹൃദയം നമുക്ക് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആനന്ദത്തിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ, സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ. ക്രിസ്തീയ മഹാമനസ്കത എന്ന് പറയുമ്പോൾ എൻ്റെ കൈകളെ വിശാലമാക്കുന്നത്, എന്തും എൻ്റെ ദൈവം എനിക്ക് തരുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, അവിടുന്ന് തരുന്നതാണല്ലോ എന്നോർത്ത് സ്വീകരിക്കാൻ പറ്റിയ വിശാലമായൊരു ഹൃദയം എനിക്ക് വേണം. അപ്പോൾ ഈശോ പറയുന്ന സന്തോഷം എനിക്കുണ്ടാവും, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കർക്കെഴുതിയ ലേഖനം 14-17 വചനം പറയുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണെന്ന്. ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം, ദുഃഖങ്ങളെ മറികടക്കുന്ന സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കാൻ, ഉത്തരത്തിനായി യേശുവിനെ കൂട്ടുപിടിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ഈശോയോട് നമുക്ക് ചോദിച്ചു മേടിക്കാം. തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് വലിയ സങ്കടത്തിലാവാം, വേദനയിലാവാം. ഏതവസ്ഥയിലാണെങ്കിലും അവൻ്റെ പക്കലേക്ക് ചേർത്ത് വെച്ചിട്ട് കാതിൽ അവൻ പറയുന്ന സ്വരം നമുക്ക് കേൾക്കാം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ഈശോയെ, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ, എപ്പോഴും നിൻ്റെ സന്നിധിയിൽ യാചിക്കുവാൻ, നീ തരുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, നിന്നോടൊപ്പം ഇരിക്കാൻ, നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ല, മറിച്ച് നീ തരുന്നതൊക്കെ വിശാല ഹൃദയത്തോടെ ഏറ്റുവാങ്ങി ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടാനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം കൊണ്ട് എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ എല്ലാം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.